ഒരു ഫ്ലഡ് വന്ന നമ്മുടെ ലോക്കറിൽ ഇരിക്കുന്ന ഗോൾഡിന്റെ അവസ്ഥ എന്തായിരിക്കും? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡ് ലോക്കറിൽ വെക്കുന്നത് ഒട്ടും സേഫ് അല്ല. അതിന് ഇൻഷുറൻസിലായി എങ്ങാനും ആരെങ്കിലും അത് കട്ടുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ട് എന്ന് പറയുന്ന ഒരു കോമ്പൻസേഷൻ മാത്രമായിരിക്കും ബാങ്ക് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. എന്നാൽ ഗോൾഡ് ലോക്കർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് പകരം ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോൾഡ് നമ്മൾ ബാങ്കിന് കൊടുക്കുന്നു. ബാങ്ക് ആ ഒരു ഗോൾഡ് വാല്യൂന്റെ 75% വാല്യൂ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് തരുന്നു. ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഗോൾഡ് ഉണ്ടല്ലോ, ആ ഗോൾഡിന്റെ 1 ഗ്രാം ഗോൾഡിന് പോലും ഇൻഷുറൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മൾക്ക് തരുന്ന എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ട് നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അതിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ ബാങ്കിന് കൊടുക്കേണ്ടതുള്ളൂ. നമ്മൾ ലോക്കറിൽ കൊണ്ടുവയ്ക്കുന്ന ഗോൾഡിന്റെ റിസ്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾക്ക് ഇവിടെ ലഘൂകരിക്കാനായിട്ട് സാധിക്കും. എന്നതുപോലെ തന്നെ ഒരു പ്രോസസിംഗ് ഫീ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്റെ ചാർജ് മാത്രമാണ് ബാങ്ക് ഈ കാര്യത്തിൽ ഈടാക്കുകയുള്ളൂ. ലോക്കർ എന്ന് പറയുന്ന സംഭവത്തിനേക്കാളും കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഫെസിലിറ്റി. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ഗോൾഡ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സേഫ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷനും ചിന്തിക്കാവുന്നതാണ്.